അത് നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പണമൊക്കെ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള നല്ല അടിപൊളി ഒരു പണിയായിട്ടാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ്. അതിനായിട്ട് നമ്മുടെ കൂടെയുള്ളത് വയനാട് നിന്നവർ വന്നേക്കുവാണ് ലിസി ടീച്ചർ. ടീച്ചർ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് പറയണം. ഇത് നമ്മളൊരു ചലോ ഭാരത് കിറ്റാണ്. ഇത് നമ്മൾ ഇന്ത്യയിൽ ഉടനീളം ഇത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കിറ്റിന്റെ പ്രത്യേകത ഒരു 39ഓളം ഐറ്റംസ് ഉണ്ട്. അത് പ്രധാനമായിട്ടും നിത്യോപയോഗ സാധനങ്ങളാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് യൂട്ടിലിറ്റി ഐറ്റംസും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ ഈ കിറ്റ്. അതെ. അപ്പം ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഇതിനകത്ത് എന്തൊക്കെ പ്രോഡക്ട്സാ ഉള്ളതെന്ന് പറയണം അല്ലേ? എന്നിട്ടാണ് എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് വീട്ടിലിരിക്കുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതെന്നും കൂടെ ഒന്ന് പറയണം. അതായിരിക്കും എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം. ടീച്ചർ, ഈ ഒരു കിറ്റിന്റെ ശരിക്കുള്ള വില എത്രയാണ്? ഇതിന് ശരിക്കും MRP റേറ്റ് 7441 രൂപ വരും. ഇതാണ് നമുക്ക് വെറും 2995 രൂപയ്ക്ക് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് കാണാം. അതെ. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ 39 ഐറ്റംസും ടീച്ചർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കിറ്റിൽ നിന്നൊക്കെ മാറ്റി. അപ്പം ഞാൻ ആദ്യം ചാടിപ്പിടിച്ചെടുത്തത് ഇതാണ്, പാഡാണ്. കാരണം ഇത് XXLന്റെ പിന്നെ 20 പാഡ്സ് ഉണ്ട്. ഇസബെല്ല എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ്, ആന്റി ബാക്ടീരിയലൊക്കെയാണ്. അപ്പം ഇതിന്റെ റേറ്റ് MRP 498 ആണ്. നിങ്ങൾ എത്രയൊക്കെയാണ് ഇത് കൊടുക്കുക കിറ്റില്? ഇത് നമ്മൾ വെറും 194 രൂപയ്ക്ക് കൊടുക്കും മാഡം. 194 രൂപയ്ക്കാണ് അല്ലേ? പിന്നെ നമുക്ക് അരി ഉണ്ടായിരുന്നല്ലോ, ഞാൻ അരി ഉണ്ട് ഇതിനകത്ത്. എത്രയാണ്? എത്ര 5 കിലോ അരിയാണ്. ഇത് മലബാർ കിറ്റാണ്. ഇത് നൂർജഹാൻ ബോധന അരി എന്നാണ് ഇതിന് പറയാ. അപ്പം ഇത് 1 കിലോയ്ക്ക് വെറും 28 രൂപയുള്ളൂ. 28 രൂപയുള്ളൂ? അതെ. നമ്മൾ 50 രൂപയ്ക്കാണ് ഇവിടെ സുലേഖ അരി മേടിക്കുന്നത് അല്ലേ? അപ്പൊ 28 രൂപ, വെറും 28 രൂപ. അപ്പൊ 140 രൂപയ്ക്ക് 5 കിലോ അരി കിട്ടും. പിന്നെ വേറെ എന്താണ്? നമ്മുടെ പഞ്ചസാര. ഇതിന് നമ്മൾ മാർക്കറ്റില് ഒരു 45 രൂപയ്ക്ക് മുകളിലാണ്. ഇത് വെറും 28 രൂപയ്ക്ക് കിട്ടും. 1 കിലോ പഞ്ചസാര. ഞാൻ ഇവിടെ ഉപ്പിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണയുണ്ട്. വെളിച്ചെണ്ണ ഇത് 1/2 ലിറ്റർ ആണ്. ഈ 1/2 ലിറ്ററിന് നമ്മൾ 79 രൂപ മാത്രമേ വാങ്ങുന്നുള്ളൂ. മാർക്കറ്റില് ഇതിന് 145 രൂപയോളം വിലയുള്ളത്. അതിഥിയുടെ റോസ്റ്റഡ് കോക്കനട്ട് ഓയിലാണ് കേട്ടോ. പിന്നെ വേറെ എന്താ? ഉപ്പുണ്ടായിരുന്നല്ലോ. ഉപ്പുണ്ട്. ഉപ്പ് നമ്മുടെ സ്പ്രിങ്കിളിന്റെ ഉപ്പാണ്. 9 രൂപ മാത്രമേ ഉള്ളൂ. 9 രൂപ. 24 രൂപയാണ്. 24 രൂപയുടെ ഉപ്പ് സ്പ്രിങ്കിളിന്റെ ആണ്, ബ്രാൻഡഡ് ആണ്. അത് 9 രൂപ. 9 രൂപ മാത്രം. 9 രൂപയാണ്. അത് ഭയങ്കര ലാഭമാണ് കേട്ടോ. പിന്നെ മസാലയുടെ ഒരൊറ്റ പാക്കറ്റ് തന്നെ ഉണ്ട് അല്ലേ? മസാല പാക്കറ്റ്. ഇതിനകത്ത് ഇത് കിറ്റുസിന്റെ മസാലകളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് എന്തെല്ലാം വിഷമൊന്നുമില്ല. അതായത് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഇതെല്ലാം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. അതെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ബ്രാൻഡ് നോക്കിയാൽ മനസ്സിലാവും അതെന്താണ് ഏതാണെന്നുള്ളതൊക്കെ. അപ്പൊ എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള മസാല കിറ്റ് ആണ് അല്ലെ? കിച്ചൂസിന്റെ ആണ്, ആ ബ്രാൻഡിന്റെ ആണ്. പിന്നെ നമുക്ക് ഇതിനകത്തൊരു കോമ്പ്. ഇത് നമ്മൾ ഇതിന് നീമിന്റെ കോമ്പാണ്. അതെ അല്ലേ? അതെ. ഇത് തികച്ചും ഫ്രീ ആണ് ഈ കിറ്റിന്റെ കൂടെ. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കും. ഇതുപോലെ വേറെ എന്തെങ്കിലും ഫ്രീ ഉണ്ടോ? ഉണ്ട്. അതുപോലെ തന്നെ ദേവിയുടെ ഒരു നെക്ക് ബാൻഡ് ഉണ്ട്. ദേവിയുടെ നെക്ക് ബാൻഡ് ഫ്രീ ആണ്. അതെ. അത് 1499 രൂപ വില വരുന്നതാണ്. MRP ഉള്ളതാണ്. ഇതും വെറും ഫ്രീ ആണ്. ഇത് ഫ്രീ ആണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ആദ്യത്തെ കിറ്റ് എടുത്തു, പിന്നെ ഇത് നിത്യോപയോഗ സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ പിന്നെയും നല്ലതാണെങ്കിൽ എല്ലാവരും വാങ്ങും. അപ്പൊ ഓരോ കിറ്റിന്റെ ഒപ്പം ഇതുപോലെ ഫ്രീ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ തവണയാണോ ഇത് ഫ്രീ? അത് നമ്മൾ ആദ്യത്തെ തവണ മാത്രമാണ് ഇങ്ങനെ ഫ്രീ കൊടുക്കുന്നത്. പിന്നെ അതത് സമയങ്ങളിൽ കമ്പനി നിശ്ചയിക്കുന്ന പോലെ ഫ്രീ ആയിട്ട് പല ഐറ്റംസും ഉണ്ടാവും അല്ലെ? വേറെ എന്തൊക്കെയാണ് നമ്മൾക്ക് ഇതുപോലെ തന്നെ വില കുറച്ചുള്ളത്? ഇതെല്ലാം വില കുറച്ച് തന്നെയാണ്. എല്ലാം വില കുറച്ച് തന്നെയാണ്. ഇത് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ ഗ്യാസ് ലൈറ്റർ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ ബ്രഷ് ആണ്. ഇതിന്റെ സ്റ്റിക്ക് ബാമ്പൂലാണ്. പിന്നെ ഇതിന്റെ ബ്ലെൻഡ് ചാർക്കോൾ കൊണ്ടാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ നമുക്ക് പേസ്റ്റ് ഉപയോഗിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പേസ്റ്റ് ഇല്ലാതെ തന്നെ പല്ല് തേക്കാം. അപ്പൊ ഈ ബ്രഷ് വാങ്ങുവാണെങ്കിൽ പേസ്റ്റ് വേണ്ട. പേസ്റ്റ് ആവശ്യമില്ല. അതും കൂടെ ലാഭമായി. ഇതാണ് കേട്ടോ, ഇതാണ് ബാംബുവിന്റെ ചാർക്കോൾ ബ്ലെൻഡ് ആയിട്ടുള്ള ബ്രഷ്. പൊൻകതിറിന്റെ 1/2 കിലോ 47 രൂപയുള്ള പൊൻകതിറിന്റെ ഈ പൊട്ടുപൊടിയുടെ പാക്കറ്റ് എത്ര രൂപ ടീച്ചറേ? ഇത് വെറും 26 രൂപ. 26 രൂപ അല്ലേ? കണ്ടോ, എല്ലാവർക്കും പൊൻകതിറിന്റെ വിലയൊക്കെ എല്ലാവർക്കും അറിയാലോ. അതാ ഞാൻ അതൊക്കെ ചോദിക്കണേ. പിന്നെ നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഓട്സ്, ഇതൊക്കെ എല്ലാം നല്ല വില കുറവാണ് കേട്ടോ. പിന്നെ മ്യൂസ്ലി അല്ലെ, ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ്, പിന്നെ കോൺഫ്ലേക്സ്. പിന്നെ 1 കിലോ ഉണ്ട്. 1 കിലോ ഉണ്ട് അല്ലേ? പിന്നെ ചോക്കോസ് ഉണ്ട്. പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ചോക്കോസ് ഉണ്ട്. അതുപോലെ നമ്മുടെ മിക്സഡ് ഫ്രൂട്ട് ജാം ഉണ്ട്. ഇതെല്ലാം
ഭയങ്കര വില കുറവിലാട്ടോ ഉള്ളത്. പിന്നെ ചോപ്പർ ഉണ്ടോ? ചോപ്പർ ഉണ്ട്. ഇത് വെജിറ്റബിൾ ചോപ്പർ. വെജിറ്റബിൾ ചോപ്പർ ഉണ്ട്. ഇത് 265 രൂപ മാത്രമേ വിലയുള്ളൂ. 265 രൂപ മാത്രമേ വിലയുള്ളൂ. അത് മാർക്കറ്റിൽ നമ്മൾ പോയാൽ ഒരു 600 രൂപയ്ക്ക് മേലെയാണ്. ആണല്ലേ? അപ്പൊ 265 രൂപയാണ് എന്റെ വില വരുന്നത് അല്ലെ? ഇത് മാത്രമല്ല, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉണ്ടെന്ന് വേണേൽ പറയാം. ഇവിടെ പയറ്, പരിപ്പ്, ഉലുവ, കടുക്, അങ്ങനെ ഉഴുന്നുപരിപ്പ്, അങ്ങനെ സകല സാധനം ഉണ്ട് കേട്ടോ. 39 ഐറ്റംസ് ഉണ്ട് അല്ലെ? അതൊക്കെയാണ് വരുന്നത്. അപ്പൊ അതല്ല ടീച്ചർ, ഇതെല്ലാം വില കുറവാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇത് നമുക്ക് വീട്ടമ്മമാർക്ക് പൈസ സമ്പാദിക്കാമെന്ന് പറഞ്ഞല്ലോ, അതെന്താ സംഭവം? അത് നമുക്ക് ഇതിൽ ആർക്ക് വേണേലും ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു വർക്കിംഗ്, അതായത് സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പോലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് നല്ലൊരു വരുമാനം നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇത് പർച്ചേസ് ചെയ്ത് വിൽക്കാൻ പറ്റും. അതെ, ഇത് പർച്ചേസ് ചെയ്തിട്ട് വിറ്റാൽ മതി. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 കിറ്റ് എടുക്കുന്ന പാക്കേജ് ഉണ്ട്, അതുപോലെ 10 കിറ്റ് എടുക്കുന്ന പാക്കേജ് ഉണ്ട്, അതുപോലെ 20 കിറ്റ് എടുക്കുന്ന പാക്കേജ് ഉണ്ട്. അപ്പം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കിറ്റുകൾ എടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒരു 20 കിറ്റ് എടുത്ത് ഇതിലേക്ക് വരുന്നവരെ നമ്മൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്നാണ് പറയുക. അപ്പൊ 20 കിറ്റ് എടുത്ത് ഒരാൾ ഇതിലേക്ക് വരുമ്പോഴത്തേനും അവർക്ക് ഒരു കിറ്റ് ഫ്രീ കൊടുക്കും. എന്ന് പറഞ്ഞാൽ 21 കിറ്റും അവർക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 0 ഇൻവെസ്റ്റ്മെന്റ്. അതായത് വർക്ക് ചെയ്യുന്ന ആൾക്ക് 5 പൈസ പോലും കൊടുക്കാണ്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്ത് ഏതാണ്ട് 9,000 രൂപയോളം വരുമാനം കൂടി മേടിക്കാവുന്ന ഒരു നല്ലൊരു പ്രൊജക്റ്റാണ് നമ്മുടെ കമ്പനി കൊടുക്കുന്നത്. അല്ല, ഈ 20 കിറ്റ് എടുക്കുമ്പോൾ നമ്മൾ പേയ്മെന്റ് അടച്ചിട്ടല്ലേ എടുക്കുന്നത്? അതെ, പേയ്മെന്റ് അടക്കണം. ആ 20 കിറ്റിന്റെ പേയ്മെന്റ് അടച്ച് നമ്മളത് എടുക്കുന്നു. നമ്മൾ സെയിൽ ചെയ്തിട്ട് അതിന്റെ ഇൻകം നമ്മൾ അതെ 20 കിറ്റ് തന്നെ പൈസ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കിറ്റ് എക്സ്ട്രാ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ വർക്ക് ചെയ്യുന്ന ആൾക്ക് ഈ ഒരു കിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞ 0 ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 20 കിറ്റ് 20 കസ്റ്റമറിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ ആ പൈസ അവർക്ക് തിരിച്ചു കിട്ടുന്നു. അങ്ങനെ അതിലൂടെ അവർക്ക് ഒരു 9,000 രൂപയോളം വരുമാനം ലഭിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്ലാൻ വരുന്നത്. അതെ, അതുപോലെ തന്നെ എല്ലാ പോസ്റ്റ് ഓഫീസിന്റെ കീഴിലും, അതായത് പിൻകോഡിന്റെ അണ്ടറിലും നമ്മൾ സ്റ്റോക്ക് പോയിന്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റോക്ക് പോയിന്റുകൾ കൊടുക്കാനായിട്ട് 100 കിറ്റെങ്കിലും പരമാവധി എടുക്കണം. അപ്പൊ 100 കിറ്റ് എടുക്കുന്ന ഒരാൾക്ക് 107 കിറ്റ് കിട്ടുന്നതാണ്. അപ്പം അവർക്കും ധാരാളം ബെനിഫിറ്റുകൾ അതിലൂടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മൾ വെണ്ടേഴ്സിനെ നിയമിക്കുന്നുണ്ട്. അപ്പം വെണ്ടേഴ്സ് ആയിട്ട് വരുന്നവർക്ക്, കടന്നു വരുന്നവർക്ക്, ബിസിനസ്സിലേക്ക് കൂടുതൽ താല്പര്യമുള്ളവർക്ക് നമ്മൾ വെണ്ടർഷിപ്പ് കൊടുക്കും. അങ്ങനെയുള്ളവർ ഒരു 400 കിറ്റിന്റെ എമൗണ്ട് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് 444 കിറ്റ് ലഭിക്കും. അതിന് പുറമെ എക്സ്ട്രാ ഒരു 50ഓളം ടൈപ്പ് ഇൻകം അവൈലബിൾ ആണ്. അതേപോലെ എലിസ, നമ്മൾക്ക് സാധാരണക്കാരായ ഒരു വീട്ടമ്മയ്ക്ക് പോലും ഒരു റിസ്ക്കും ഇല്ലാതെ കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട്, അതായത് യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ കുറഞ്ഞ സമയം മാത്രം ചെലവഴിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. അതെ, കാരണം നിത്യോപയോഗ സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ ഈ സാധനങ്ങളൊന്നും വീട്ടിൽ വെറുതെ ഇരുന്ന് പോകുന്നതല്ല, എല്ലാവരും എല്ലാ മാസവും അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വാങ്ങുന്ന സാധനങ്ങളായതുകൊണ്ട് തന്നെ ഇത് എടുക്കാൻ വീട്ടമ്മമാർക്കും ഒരു താല്പര്യം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. ഇതെന്ന് വെച്ചാൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളാണല്ലോ. അപ്പൊ വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് ശരിക്കും നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഇരുന്ന് പോകുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ, നമ്മൾ ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും. ഇത്രയും വില കുറച്ച് എടുക്കാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ താഴെ നമ്പർ കൊടുത്തേക്കാം. നമ്പർ എടുക്കുക, ലിസി ടീച്ചറിനെ വിളിക്കുക. ഇത് എടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ മാത്രമല്ല, ടീച്ചർ പറഞ്ഞ ഒരു പ്ലാനില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരാനായിട്ട്, ഇത് ബിസിനസ് ചെയ്യാനായിട്ട്, അതുവഴി കുറച്ച് പണം സമ്പാദിക്കാനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ടീച്ചർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കൂടുതൽ സംശയം നിങ്ങൾക്ക് ഉണ്ടാവും, ഏതാണ് കമ്പനി, ഇത് എങ്ങനെ ചെയ്യുക, ഇനി അതിനകത്ത് എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ ഒക്കെ അറിയാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ധൈര്യമായിട്ട് ടീച്ചറിനെ വിളിച്ചോ, ടീച്ചർ കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സ്ത്രീകൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന്, ഉപകാരപ്രദമാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ. ഇറ്റ്സ് മീ എലിസ സൈനിങ് ഓഫ്. ബൈ.